ഇവരുടെ പ്രധാന ലക്ഷ്യം അയോധ്യന്റെ പേര് പറയാ. അയോധ്യ രാമൻ കക്ക മുക്ക, അതിന്റെ ഉള്ളിലൂടെ ഹിന്ദുത്വം നടപ്പിലാക്കുക, ഫാസിസത്തിന്റെ വളർച്ച. ദേശീയ ഗാനം പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വന്ദേ മാതരം അതിന്റെ ഉള്ളിലൂടെ പാടുന്നത് ശരിയാണോ? ശരിയല്ല, ഒരിക്കലും ശരി. രണ്ടും മിക്സ് ചെയ്യാൻ പാടില്ല. അത് രാജ്യദ്രോഹ കുറ്റ ആണ്. അപ്പൊ കേസ് എടുക്കേണ്ടതല്ലേ? എടുക്കേണ്ടതാണ്. അതിന് ആർജവെള്ളം പിന്നെ ആൾക്കാരുണ്ടോന്ന് ചോദിക്കും. നിങ്ങളാ ചോദിക്കണ്ടേ, ഞങ്ങളല്ല. ലക്ഷ്യം വെക്കുന്നത് വിഘടിപ്പിക്കുക. അത് മാത്രമല്ല, ഹിന്ദു വികാരത്തെ ഉത്തേജിപ്പിച്ചിട്ട് മറ്റു വിഭാഗങ്ങളെ അവരിലെ ഒരു വിദ്വേഷം വരുത്തിക്കുക. അതായത് അവർക്ക് പാടാൻ വിഷമുള്ള ഒരു കാര്യം ഇയാൾ പാടിപ്പിക്കുക. ഒരു സമര പരിപാടിയാണെങ്കിൽ അത് നോക്കി വായിച്ചിട്ട് വന്ദേ മാതരം തെറ്റുന്ന BJP കൗൺസിലർമാർക്ക് അല്ലെങ്കിൽ BJPക്ക് എന്താ അവകാശമുള്ളത് ഈ വന്ദേ മാതരത്തെ പിന്നെ തോളിലേറ്റി നടക്കാനുള്ള? ഭക്ഷണത്തിന് ബദല് ഈ ദേശീയ ഗാനം വന്ദേ ഭാരത് പാടുക. ഭക്ഷണത്തിന് പകരം ദേശീയ ഗാനം വന്ദേ മാതരം പാടുക. അപ്പൊ ഓക്കെ, ശരിയാവും. ഒക്കെ നമ്മൾ ഇന്ത്യ രാജ്യം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് പോയിട്ട് അമേരിക്കനെക്കാട്ട് എത്രയോ കിലോമീറ്റർ നമ്മൾ. നിങ്ങൾ BJP-കാരനാണോ? അതെ അതെ. പാടണമെന്നാണ് നിങ്ങളുടെ വിശ്വാസം? ആഗ്രഹം തന്നെയാണ്. ഓക്കെ. ആരെങ്കിലും പാടരുതെന്ന് പറഞ്ഞോ? ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. ഇല്ല. പിന്നെ എന്തിന് പാടണം എന്ന് പറയുന്നു? പാടണം എന്നുള്ളത് ദേശീയ ഗാനമായതുകൊണ്ട് പാടണം. ഇതുകൊണ്ട് ആർക്കാണ് പ്രശ്നം? പാടിയോണ്ട് ആർക്കും ഒരു പ്രശ്നമില്ല. പാടണം എന്ന് പറയാൻ എന്താണ് അധികാരമുള്ളത്? അധികാരത്തിലല്ലോ പ്രശ്നം. പാടണം എന്ന് പറഞ്ഞാൽ നമ്മൾ ദേശീയ ഗാനം ആയതുകൊണ്ട് നമുക്ക് പാടണം, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇരുന്ന് പാടിയാ പോരെ? പാടുന്ന ആളുകൾക്ക് ഇരുന്ന് പാടിയാ പോരെ? അതാണല്ലോ അതിന്റെ രീതി. എന്ത് രീതി? മറ്റുള്ള ആളുകളോട് പാടാൻ വേണ്ടി പറയലാണോ രീതി? കോർപ്പറേഷനിൽ ഇപ്പോൾ BJP-ന്റെ 2-3 കൗൺസിലർമാരുണ്ടല്ലോ, അവരൊക്കെ വെച്ചിട്ട് ഒരു കളി കളിച്ചു നോക്കാണ്. എന്താ നടക്കട്ടെ വെച്ചിട്ട്. അതൊന്നും പറഞ്ഞ് നടക്കാൻ പോകുന്ന കേസൊന്നല്ല. അല്ല, തീർച്ചയായിട്ടും ദേശീയ ഗാനത്തോടുള്ള ഒരു അനാദരവായിട്ട് നമുക്ക് അതിനെ കാണാം. ആ പ്രത്യേകമായിട്ട് ഒരു വിഭാഗത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ വരും എന്നുള്ളത് മുൻകൂട്ടി അവർക്കറിയാം. അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഇവർക്ക് എതിരാണ് എന്ന് പറയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുകൊണ്ടല്ല. അവർക്ക് ഈ ദേശസ്നേഹമൊന്നുമില്ല. ഇന്ത്യ വലിയൊരു ഫാസിസ്റ്റ് രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും സംസാരിക്കുന്ന ഒരാൾക്കും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഭരണകൂടത്തെ എന്തെങ്കിലും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഫാസിസ്റ്റും ഭീകരവാദിയായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക്, ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ നമ്മുടെ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. വന്ദേ മാതരം പാടരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് പാടുന്നത് കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുമില്ല. ദേശീയ ഗാനം പാടുന്നതിനടക്ക് വന്ദേ മാതരം പാടിയാൽ എന്തായിരിക്കും അവസ്ഥ? ഇന്ത്യയിലെ ചില BJP നേതാക്കൾ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? എങ്ങോട്ടാണ് ചില BJP നേതാക്കൾ ഇന്ത്യയെ കൊണ്ടുപോകുന്നത്? ഇനി ജനങ്ങൾ പറയട്ടെ. ഇവരുടെ പ്രധാന ലക്ഷ്യം അയോധ്യന്റെ പേര് പറയാ. അയോധ്യ രാമൻ കക്ക മുക്ക, അതിന്റെ ഉള്ളിലൂടെ ഹിന്ദുത്വം നടപ്പിലാക്കുക, ഫാസിസത്തിന്റെ വളർച്ച. വേറൊന്നും RSSന്റെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റിന് ലക്ഷ്യമില്ല. താങ്കളുടെ സംസാരത്തിൽ വികസനം ലക്ഷ്യമല്ല. വികസനം ഒന്നും ഇവർക്ക് ലക്ഷ്യമല്ല. വികസനം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പാവപ്പെട്ടവന്റെ കാര്യം നോക്കണ്ട. ഇല്ല. വികസനം എന്ന പേരിൽ നടക്കുന്നത് അദാനിക്ക് വേണ്ടിയിട്ടുള്ള വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള വികസനം മാത്രമാണ് നടക്കുന്നത്. പാവപ്പെട്ടവന് യാതൊരു ഗുണവും കിട്ടുന്നില്ല. അയോധ്യ രാമൻ കക്ക മുക്ക. അയോധ്യ രാമൻ കക്ക മുക്ക, ഇത് മാത്രമാണ് ഇവരുടെ ഐഡിയ. ഇവരുടെ ആശയം തന്നെ. എന്തുകൊണ്ട് അത്ര വ്യക്തമായിട്ട് പറയുന്നത്? അതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അയോധ്യ ശ്രീരാമക്ഷേത്രം വലിയ പ്രചരണം കൊടുത്ത്, ശ്രീരാമക്ഷേത്രം ബാബറി മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് ശ്രീരാമക്ഷേത്രം പണിതു. അവിടെ നിന്നുള്ള അഴിമതിയുടെ കഥകൾ, കോടികളുടെ അഴിമതിയുടെ കഥകൾ പുറത്തു പറയാം. RSSൽ തന്നെ ചില വിഭാഗങ്ങൾക്ക് അത് പറയേണ്ടി വന്നു നിർബന്ധിതപൂർവ്വം. അത്രയും ഭീകരമായ അവസ്ഥയാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഇത്തരം രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു അവസ്ഥ, ഇന്ത്യക്ക് ഒരു കെട്ടുറപ്പുണ്ട്. ശരിക്കും ദേശീയ ഗാനം പാടുമ്പോൾ വലിയ രീതിയിലേക്ക് നമുക്ക് റെസ്പെക്ട് ഉള്ളതാണ്. അത്തരം രീതിയിലേക്ക് റെസ്പെക്ട് പോലും ഇല്ലാതെ ചിരിച്ച്, ആ വിഷ്വൽ നോക്കിയാൽ കാണാൻ ചിരിച്ച് അത്തരം രീതിയിലേക്ക് വന്ദേ മാതരം ദേശീയഗാനം പാടുന്നതിന് ഉള്ളിൽ പാടുക, ഇതൊക്കെ എത്രത്തോളം മോശമാണ്? അതും കേരളത്തിൽ നിന്ന്. കേരളത്തിന്റെ മാത്രമല്ല, ഇന്ത്യ രാജ്യത്തെ പൊതുവായി കാണുന്ന സമയത്ത് തന്നെ ഇന്ത്യയുടെ അഖണ്ഡത എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും സ്വയം നിർണയാവകാശം കിട്ടുന്ന തരത്തിൽ സംസ്ഥാനങ്ങൾക്ക് അവരുടേതായ അവകാശം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യയുടെ അഖണ്ഡത അംഗീകരിക്കുകയും ദേശീയത ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളുടെ രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്തെയാണ് ഇവര് നശിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഓരോ മേഖലയും നശിപ്പിച്ചുകൊണ്ടിരിക്കുക. കാർഷിക മേഖല തകർന്നു, വ്യാവസായിക മേഖല തകർന്നു, തുടങ്ങിയ എല്ലാ മേഖലയിലും തകർച്ച മാത്രമാണുള്ളത്. വളർച്ചയുള്ള വൻകിട കോർപ്പറേറ്റുകൾക്ക് മാത്രമാണ് വളർച്ചയുള്ളത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഭരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭരണം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അത് ഓരോരുത്തരുടെ മനസ്സിൽ നിന്ന് വരുന്ന രാജ്യസ്നേഹമുള്ള ആളുകള് വന്ദേ മാതരം പാടും, ജനഗണമനയും പാടും. അത് എത്ര വരി പാടണം, എങ്ങനെ പാടണം, ഏത് രീതിയിൽ പാടണം എന്നുള്ളത് ഓരോരുത്തരെ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പൊ 4 വരി പാടുന്നു 4 വരി പാടും, മുഴുവൻ പാടുന്നവർ മുഴുവൻ വരി പാടും. പാടട്ടെ. ആർക്കും പ്രശ്നമില്ല.
ആർക്കും പ്രശ്നമില്ല. പക്ഷേ ദേശീയ ഗാനത്തിന്റെ ഉള്ളില് അത് പാടിയത് ശരിയാണോ? അല്ലല്ല, ദേശീയ ഗാനം വേറെ, വന്ദേ മാതരം വേറെ. ദേശീയ ഗാനം പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വന്ദേ മാതരം അതിന്റെ ഉള്ളിലൂടെ പാടുന്നത് ശരിയാണോ? ശരിയല്ല, ഒരിക്കലും ശരി. രണ്ടും മിക്സ് ചെയ്യാൻ പാടില്ല. അത് രാജ്യദ്രോഹ കുറ്റ ആണ്. അപ്പൊ കേസ് എടുക്കേണ്ടതല്ലേ? എടുക്കേണ്ടതാണ്. അതിന് ആർജവെള്ളം പിന്നെ ആൾക്കാരുണ്ടോന്ന് ചോദിക്കും. നിങ്ങളാ ചോദിക്കണ്ടേ, ഞങ്ങളല്ല. എങ്ങോട്ടാണ് ഇവര് ഇത് ലക്ഷ്യം വെക്കുന്നത്? ഇത് അധോഗതിയിലേക്ക് പോകുന്ന ഒരു പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളെ ചരിത്രവും നമ്മളെ സംസ്കാരവും നമ്മളെ ചിന്തകളും കംപ്ലീറ്റ് വാനിഷ് ചെയ്യുന്ന ഒരു ജോലിയിലേക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. വല്ലാത്ത രീതിയിലേക്ക്, അതായത് ശരിക്കും ദേശീയ ഗാനം കേൾക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം. മാത്രമല്ല, നമ്മളതിനെ ബഹുമാനിച്ച് നിൽക്കണം എന്നുള്ള, എഴുന്നേറ്റ് നിൽക്കാന്നല്ല, അതിനെ ബഹുമാനിക്കാന്നുള്ള ദേശീയ ഗാനം പാടുമ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ രാജ്യസ്നേഹം എന്ന് പറയുന്ന സാധനം ഒരു കൂട്ടം ആളുകളുടെ മാത്രം അവകാശമാണോ? അല്ല, ഒരു കൂട്ടം ആളുകളുടെ മാത്രം അവകാശമല്ല. ദേശീയ ഗാനം കഴിയുമ്പോൾ നമ്മളൊക്കെ അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് പകരം അത് ചില മതപരമായ ചടങ്ങുകളാക്കി മാറ്റുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അത് പാടില്ല. ഇന്ത്യ എല്ലാവരുടെയും രാജ്യമാണ്. തീർച്ചയായിട്ടും അല്ലെ? തീർച്ചയായിട്ടും. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഈ ആളുകൾക്ക് ഇല്ല എന്നുള്ളതാണ്. എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരെ തലയിൽ വരുന്ന എന്താ, ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്നോ, ഓരോരുത്തരെ ചിന്താധാര എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ദേശീയ ഗാനം ഇഷ്ടമാണ്, ഞാൻ പാടുകയും ചെയ്യും. വന്ദേ മാതരം പാടുന്നതിൽ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ആർക്കും ഒരു പ്രശ്നമില്ല. പാടണം എന്ന് പറയാനുള്ള അധികാരം വരുമ്പോഴാണ് ഈ പ്രശ്നം. അധികാരമില്ല ആർക്കും. അത് പാടണമെന്ന് ഒരധികാരവും ഒരാളെ മേലും അധികാരം വെക്കാൻ പറ്റില്ല. എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്? അധോഗതിയിലേക്ക്, അല്ലാണ്ട് ഇങ്ങോട്ടാ അധോഗതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. കളങ്കം വരുത്തുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഈ ദേശീയ ഗീതം അല്ലെങ്കിൽ ദേശീയ ഗാനം, ഇത് ശരിക്കും ദേശീയ ഗീതം പാടണമെന്ന് ഉദ്ദേശിച്ചിട്ടോ അല്ലെങ്കിൽ ദേശീയ ഗാനം പാടണമെന്ന് ഉദ്ദേശിച്ചിട്ടോ ഉള്ളതല്ല. ഇവിടെ മറ്റൊരു രീതിയിൽ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി മാത്രമാണ്. അവർക്ക് ദേശീയ ഗാനവും ദേശീയ ഗീതമൊന്നും വലിയ പ്രശ്നമല്ല. സ്വാതന്ത്ര്യ സമര കാലത്ത് ഒരിക്കലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. ഒരു ദേശീയ കൊടി അവർ അംഗീകരിച്ചിട്ടില്ലല്ലോ. നമ്മുടെ കൊടി അവർ അംഗീകരിച്ചിട്ടില്ല. ഒരു കാവിക്കൊടി വേണമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ദേശീയ സമരത്തിൽ പങ്കെടുക്കാതെയും കൊടി പോലും അംഗീകരിക്കാതെയും ചെയ്യുന്ന ഒരു വിഭാഗം ഇന്ന് വന്നിട്ട് വന്ദേ മാതരം ചൊല്ലണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഹിന്ദു മുസ്ലിം ധ്രുവീകരണം ഉണ്ടാക്കുക മാത്രമേ ഉള്ളൂ. വേറെ മറ്റൊന്നും അതിൻ്റെ അത് പ്രശ്നമേ അല്ല. എന്താണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്? ഇത് തന്നെ, അതായത് ഭിന്നിപ്പിക്കുക. അതായത് മുസ്ലിം എന്ന വിഭാഗത്തിൻ്റെ ഒരു വിഭാഗം, എല്ലാവർക്കും ചിലപ്പോൾ ഉണ്ടായിരുന്നില്ല, ഒരു വിഭാഗത്തിന് വിഗ്രഹാരാധനയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളിൽ ഇങ്ങനെ പാടാൻ വിഷമമുണ്ടാവും. അവരെ ഒന്ന് ഉത്തേജിപ്പിച്ചിട്ട് ഒന്നുകൂടെ ദേഷ്യം പിടിപ്പിച്ചിട്ട് ഇത് കണ്ടോ, ഈ മുസ്ലിംസ് ഒക്കെ തന്നെ ഇവിടുത്തെ ദേശീയതക്കെതിരാണെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം മാത്രമാണ്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇവിടെ വന്ദേ മാതരം പാടരുത്? വന്ദേ മാതരം പാടരുതെന്ന് പറഞ്ഞിട്ടില്ല. വന്ദേ മാതരം ഇതുവരെ പാടിയിരുന്നു, അത് മാത്രം മതിയായിരുന്നു. ഇപ്പൊ വീണ്ടും ഇങ്ങനത്തെ ഒരു 12 വരിക്ക് ശേഷം ഉണ്ടായിരുന്നത് ദേവിയെ എന്ന സങ്കല്പത്തെക്കുറിച്ച്, വിഗ്രഹ ആരാധനയെക്കുറിച്ചിട്ടും അദ്ദേഹത്തിന് ആ കയ്യിലുള്ള ആയുധത്തെക്കുറിച്ച് പറയുമ്പോൾ ആ പ്രത്യേകമായിട്ട് ഒരു വിഭാഗത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ വരും എന്നുള്ളത് മുൻകൂട്ടി അവർക്കറിയാം. അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഇവർക്ക് എതിരാണ് എന്ന് പറയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുകൊണ്ടല്ല. അവർക്ക് ഈ ദേശസ്നേഹമൊന്നുമില്ല. ദേശസ്നേഹം എന്ന് പറയുമ്പോൾ ഏതാണ് ഈ ദേശസ്നേഹം? ഇവിടുത്തെ ദളിതനും മറ്റേ ആദിവാസിയും ഇവിടുത്തെ ദേശസ്നേഹം അവരെ കുറിച്ച് ഇവർക്ക് എന്ത് ദേശസ്നേഹം പറയുന്നത്? ഇവരെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്ന, ദളിതനെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ ഇന്ത്യൻ കോൺഗ്രസിന്റെ പ്രസിഡന്റ് വന്ന സ്ഥലത്ത് ശുദ്ധീകരണം നടത്തിയപ്പോൾ ഏത് ദേശസ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്? ആരെയാണ് ഒന്നായിട്ട് കാണുന്നത്? ആരും ഒന്നായിട്ട് കാണുന്നേ ഇല്ല. ഇതുകൊണ്ട് എന്താണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്? വിഘടിപ്പിക്കുക. അത് മാത്രമല്ല, ഹിന്ദു വികാരത്തെ ഉത്തേജിപ്പിച്ചിട്ട് മറ്റു വിഭാഗങ്ങളെ അവരിലെ ഒരു വിദ്വേഷം വരുത്തിക്കുക. അതായത് അവർക്ക് പാടാൻ വിഷമുള്ള ഒരു കാര്യം ഇയാൾ പാടിപ്പിക്കുക. അപ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പാടുന്നില്ല, അവർ ദേശസ്നേഹിയാണ്. ദേശസ്നേഹം എന്ന് പറയുന്നത് ഏത് ദേശം? നമുക്ക് ദേശസ്നേഹമല്ലല്ലോ വേണ്ടി, ലോകസ്നേഹമല്ലേ. എനിക്ക് എൻ്റെ സംസ്ഥാനത്തെ എൻ്റെ ദേശസ്നേഹമാണ്. അപ്പുറത്തിരിക്കുന്ന തമിഴ്നാട്, അവർക്ക് മുല്ലപ്പെരിയാറിനോട് നമ്മൾ തമ്മിൽ എതിരാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ദേശസ്നേഹം, ആരോടാണ് ദേശസ്നേഹം? എൻ്റെ വംശത്തിനോട് ദേശസ്നേഹം, എൻ്റെ ജാതിയോട് ദേശസ്നേഹം. ഇവിടുത്തെ ദളിതനോട് എനിക്ക് ദേശസ്നേഹമില്ല, നമ്പൂതിരിക്ക് ഈഴവരോട് ദേശസ്നേഹമില്ല. ആർക്കൂടാണ് ദേശസ്നേഹം? ഏതാണ് ദേശസ്നേഹം പറയുന്നത്? ഒരിക്കലും ഇവിടെ ഒന്നായിട്ട് ആരെയും കണ്ടിട്ടില്ല, ഇവരൊരിക്കലും കാണുന്നുമില്ല. ദേശസ്നേഹം എന്ന് പറയുന്നത് വെറുതെ പറയുന്നൊരു സാധനമാണ്. മനുഷ്യനെ പറ്റിക്കുക എന്നുള്ളതല്ല, വിഘടിപ്പിക്കുക. മനുഷ്യനെ പറ്റിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ചിന്തിക്കാൻ പറ്റാത്ത ആളുകളെ മനസ്സിലേക്ക് എന്തെങ്കിലും ഒന്ന് ഇട്ടുകൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതേവരെ പാടിയാൽ മതിയല്ലോ.
അതിനപ്പുറത്തേക്ക് പാടണ്ട. അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ 12 വരിയിൽ ഭാരതാംബയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കുമ്പോഴേ ഈ പ്രശ്നം. അപ്പുറത്തേക്ക് പാടണം എന്ന് പറയുന്നതിന് പ്രത്യേക അർത്ഥമുണ്ട്, പ്രത്യേക രീതിയുണ്ട്, പ്രത്യേക ഉദ്ദേശമുണ്ട്. കാരണം ഇവരെ കൊണ്ട് ഇത് പാടിപ്പിക്കും എന്നുള്ളത്, അതിന് വേറെ ഒന്നുമല്ല. ഇന്ത്യ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇന്ത്യ വലിയൊരു ഫാസിസ്റ്റ് രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും സംസാരിക്കുന്ന ഒരാൾക്കും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഭരണകൂടത്തെ എന്തെങ്കിലും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഫാസിസ്റ്റും ഭീകരവാദിയായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത, മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ നമ്മുടെ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ദൂരവ്യാപകമായ വലിയ പ്രശ്നം വരും. ഇവരിപ്പോൾ വിദ്യാഭ്യാസത്തിൽ കൈകടത്തിയിട്ട് വിദ്യാഭ്യാസത്തിൽ അന്ധവിശ്വാസപരമായ കാര്യങ്ങൾ, ചരിത്രം മുഴുവൻ മിത്താവുകയും മിത്ത് മുഴുവൻ ചരിത്രമാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ദൈവങ്ങൾ, ഇവർ ഉദ്ദേശിച്ച ദൈവങ്ങളെയൊക്കെ കുത്തിക്കടത്തി മറ്റേ പാഠപുസ്തകങ്ങളിൽ കടത്തുകയും യഥാർത്ഥത്തിലുള്ള ചരിത്രത്തെ മാറ്റിയെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് 80ാം സ്വാതന്ത്ര്യ ദിനാന്ന് രാജ്യത്തിന്റെ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട, ഏറ്റവും അഭിമാനിക്കുന്ന ഒരു ദിവസമാണ്. ആ ദിവസത്തിൽ നമ്മൾ പിന്നെ കോഴിക്കോട് കോർപ്പറേഷൻ പോലുള്ള വലിയൊരു സംവിധാനത്തിൽ ഇത്തരം അലോസരങ്ങൾ ഉണ്ടാക്കുന്നത് BJP പോലുള്ള ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി ഗുണകരമാവുമെന്ന് അവർ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഇപ്പോൾ BJPയെ സംബന്ധിച്ചോളം BJP പിന്നെ കുംഭകോണം കൊണ്ട് ഒരു പാർട്ടിയായിപ്പോൾ നമ്മൾ കേരളത്തിൽ കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തി, ഇലക്ഷൻ ഫണ്ട് തട്ടിപ്പ് നടത്തി, അതുപോലെ കുഴൽപ്പണ വിവാദം, അതുപോലെ പിന്നെ അയോധ്യയിലെ രാമക്ഷേത്ര കൊള്ള, ഇതൊക്കെ നടത്തുന്ന ഒരു BJP, പ്രത്യേകിച്ച് ഇപ്പോൾ പിന്നെ കോക്രോച്ച് പാർട്ടി പോലെ ഒരു വിദ്യാർത്ഥി സമൂഹം, ഒരു യുവജന സമൂഹം BJPക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്ന സമയത്ത് ദേശീയ പിന്നെ ഒരു സ്വാതന്ത്ര്യ ദിനത്തെ അലോസരപ്പെടുത്താൻ ശ്രമിക്കുന്നത് ശരിയാണെന്ന് അവർ പുനരാലോചന നടത്തേണ്ടതുണ്ട്. ദേശഭക്തി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടല്ലേ? നമുക്ക് രാജ്യത്തിനോട് നമുക്ക് ഭക്തിയുണ്ട്. താങ്കൾ പോലും പറഞ്ഞത് ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ്, വലിയ സന്തോഷമാണ്. ഒരു കൂട്ടർക്ക് മാത്രം ദേശീയ ഭക്തി അടിച്ചേൽപ്പിക്കുന്നത്, അതായത് ഞാൻ പറയുന്നത് ഒരു കൂട്ടർക്ക് മാത്രമേ ഉള്ളൂ, ഈ BJPയിലെ കുറച്ച് ആളുകൾക്ക് മാത്രം, അതായത് ദേശസ്നേഹം ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞ ദേശീയ ഗാനവും പിന്നെ അതുപോലുള്ള ദേശത്തിന്റെ സംവിധാനങ്ങളൊക്കെ ആർക്കും ഒരു കൂട്ടർക്ക് അവകാശപ്പെട്ടല്ല. ഇവർ അന്ന് പിന്നെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത് സവർക്കറെ പോലുള്ള ആളുകളുടെ പാർട്ടിയാണ് ഇപ്പോൾ BJP. അവരിപ്പോൾ എന്താ അറിയുമോ, സ്വാഭാവികമായിട്ടും ഒരു വർഗീയ തീവ്രവാദം ഉണ്ടാക്കിയിട്ട് നാട്ടിൽ ഇതിൻ്റെയൊക്കെ മുഴുവൻ പിന്നെ അപ്പോസ്തലത്തെ ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കാരണവശാലും അനുവദിക്കില്ല. നേരത്തെ നിങ്ങൾ കോഴിക്കോട് കണ്ടില്ലേ, ഇവർ ദേശീയ ഗാനം പാടുന്നതിൻ്റെ ഇടയിൽ അവര് പിന്നെ പ്രതിപക്ഷത്തുള്ള കുറച്ച് BJP പിന്നെ കൗൺസിലർമാർ അവർ വന്ദേമാതരം ആലപിക്കുമ്പോൾ അവർ നോക്കി വായിക്കുക. എന്നിട്ട് നോക്കി വായിച്ചിട്ട് പോലും തെറ്റ് പറ്റുന്ന ഒരു BJP, അവർക്ക് എന്ത് അവകാശം ഈ പിന്നെ വന്ദേമാതരത്തെ കുറിച്ച് പറയാനുള്ളത്? എന്ത് അവകാശമുള്ളത്? നോക്കി വായിച്ചിട്ട് തെറ്റിയാണ്. ഒരു സമര പരിപാടിയാണെങ്കിൽ അത് നോക്കി വായിച്ചിട്ട് വന്ദേമാതരം തെറ്റുന്ന BJP കൗൺസിലർമാർക്ക് അല്ലെങ്കിൽ BJPക്ക് എന്ത് അവകാശമുള്ളത് ഈ വന്ദേമാതരത്തെ പിന്നെ തോളിലേറ്റി നടക്കാനുള്ളത്? രാജ്യത്തിന്റെ ദേശസ്നേഹം എന്ന് പറഞ്ഞാൽ മുഴുവൻ ആളുകൾ അതിൽ വിശ്വസിക്കുന്നുണ്ട്. രാജ്യത്തെ എല്ലാ മതജാതി വിഭാഗങ്ങളും, രാജ്യത്തെ മുഴുവൻ പിന്നെ ജനങ്ങളും പിന്നെ ദേശസ്നേഹമുള്ള ആളുകളാണ്. അവരൊക്കെ ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഇവർ ചെയ്യുന്നത് എന്താ അറിയും? വളരെ വൾഗറായിട്ട്, വളരെ എന്താ പറയുക, ആളുകൾ മുമ്പിൽ പരിഹാസ്യരായ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് BJP മാറി. കേരളത്തെ പോലും രാജ്യത്ത് ഒരു സ്ഥലത്തും അനുകൂലമാവില്ല. കാരണം അവർക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രതിഷേധങ്ങൾ ഉണ്ടെങ്കിൽ ദേശീയ ഗാനം പാടിയതിന്റെ ശേഷം അവർക്ക് വന്ദേമാതരം ആലപിക്കാം. വന്ദേമാതരം ആലപിക്കരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പം എന്താ അറിയോ, എല്ലാറ്റിലും ഒരു വർഗീയത കണ്ട്, എല്ലാത്തിലും പിന്നെ എന്താ പറയുക, ദേശസ്നേഹം നമ്മുടെ സ്വകാര്യ സ്വത്താന്ന് കരുതിയിട്ട് ആളുകളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുക, അത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അത് മാത്രമല്ല, ഇത് നോക്കി വായിച്ചിട്ട് പോലും ഇത് പാടാൻ പറ്റാത്ത ഇവർക്ക് എന്ത് അവകാശം അതിലുള്ളത്? അല്ല, തീർച്ചയായിട്ടും ദേശീയ ഗാനത്തോടുള്ള ഒരു അനാദരവായിട്ട് നമുക്ക് അതിനെ കാണാം. വന്ദേമാതരം ഏതെങ്കിലും ഒന്നല്ലേ നമ്മളിപ്പോൾ പാടുന്നത്. ദേശീയ ഗാനം എന്ന നിലയ്ക്ക് വന്ദേമാതരം പാടാം, അല്ലെങ്കിൽ ജനഗണമന അതെങ്കിലും പാടാം. അപ്പോൾ അതിനിടയ്ക്ക് കയറിയിട്ട് മറ്റൊന്ന് പാടുന്നതിൽ ഒരു എന്താ പറയുക, ഔചിത്യമില്ലായ്മയുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. സാധാരണ ഇതിലേക്ക് ഇത് നിയമം അനുവദിക്കുന്നില്ല. ഇത്തരം ഇതിലേക്ക് കേസ് എടുക്കേണ്ട സംഭവമല്ലേ ഇവർ ചെയ്തേക്കണേ? പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തെ കളങ്കപ്പെടുന്ന രീതിയിൽ രണ്ട് കൂട്ടർ എന്തോ ആട്ടെ പൊളിറ്റിക്സ് വിട്ടിട്ട് രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ദേശീയ ഗാനം ആലപിക്കുന്നു. അപ്പോൾ അതിനൊരു റെസ്പെക്ട് കൊടുക്കണം. തീർച്ചയായിട്ടും അത് വേണം. അങ്ങനെ അത് രണ്ടും പാടേണ്ട കാര്യമില്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. രണ്ടും പാടേണ്ടതാണോ? അല്ല, അങ്ങനെയല്ല. ഇപ്പൊ ഒരു ചടങ്ങിൽ ഏതെങ്കിലും കൂടെ ഒരുമിച്ച് പാടുന്നത്. അതാണ് ഒരുമിച്ച് പാടുന്നത്. ദേശീയ ഗാനം എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ വരെ എത്ര ധൃതി ഉണ്ടെങ്കിലും നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലേ ദേശീയ ഗാനം. അതിന്റെ ഒരു വേല കളങ്കം ചാർത്തുന്ന, അല്ലെങ്കിൽ അത്തരം രീതിയിൽ രാജ്യത്തിന് നിരക്കാത്ത സംഭവം ചെയ്തു എന്ന് താങ്കൾ തോന്നുന്നുണ്ടോ? അത് രാജ്യത്തിന് നിരക്കാത്തതല്ല. കാരണം നമ്മൾ പൊതുസമൂഹത്തിനോട് നമുക്കൊരു മെസ്സേജ് കൊടുക്കാനുണ്ടല്ലോ രാജ്യത്തെക്കുറിച്ചാവുമ്പോൾ. അപ്പോൾ ഒരു ദേശീയ ഗീതം ആലപിക്കുമ്പോൾ അതിനെ റെസ്പെക്ട് ചെയ്യണം. സാർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദേശീയ ഗാനം എവിടെ നിൽക്കുമ്പോൾ നമ്മൾ അറ്റൻഷനിൽ നിൽക്കാറുണ്ട്. അപ്പോൾ അത് നിർബന്ധമായിട്ടും വേണം. അപ്പോൾ ഇത് രണ്ട് കൂട്ടരും ഇങ്ങനെ മത്സരാടിസ്ഥാനത്തിൽ പാടുന്നതിനോട് നമുക്ക് തീരെ യോജിപ്പില്ല. ആസ് എ സിറ്റിസൺ അതിനോട് നമുക്ക് തീരെ യോജിപ്പില്ല. എങ്ങോട്ടാണ് ഇന്ത്യയെ കൊണ്ടുപോകുന്നത്? അങ്ങനെ ചോദിച്ചാൽ ഒരുപാട് പറയാനുണ്ട്.
അങ്ങനെ ഈ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ആശയപരമായിട്ട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ രണ്ടെണ്ണം വേണ്ട ആവശ്യമില്ല. കാരണം രാഷ്ട്രബോധത്തെക്കുറിച്ചാണല്ലോ ഇത് രണ്ടും ഉദ്ബോധിപ്പിക്കുന്നത്. അല്ല, ഇത് രണ്ടെണ്ണം പാടട്ടെ ഞാൻ പറയുന്നത് ഈ ദേശീയ ഗാനത്തിന്റെ ഇടയിൽ കയറിയിട്ട് ഇത് പാടുമ്പോഴുള്ള അവസ്ഥ ഞാൻ ചോദിക്കുന്നത്. അല്ല, അത് രണ്ടും പാടാം, രണ്ടും ഒരേ സമയത്ത് വേണ്ട എന്നുള്ളത് തന്നെയാണ് താങ്കൾ എൻ്റെ അഭിപ്രായം. അതായത് വന്ദേമാതരം എന്നൊരു സമയം തന്നെ ഉണ്ട്. ആ സമയത്ത് വന്ദേമാതരം പാടാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ദേശീയ ഗാനം, പിന്നെ വന്ദേമാതരം ഫുള്ളായിട്ട് പാടും വേണം. അതായത് അതിന്റെ 6 ചരണങ്ങൾ ഫുള്ളായിട്ട് പാടണം. അത് പാടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എല്ലാവർക്കും. സ്വാതന്ത്ര്യമുണ്ട്. അല്ലേ? ആരാണ് അടിച്ചേൽപ്പിക്കുന്നത്? പാടരുതെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. പാടുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഇല്ല. പാടണം എന്നാണ് എന്റെ വിശ്വാസം. അഭിപ്രായം. നിങ്ങൾ BJP കാരനാണോ? അതെ. പാടണം എന്നാണ് നിങ്ങളുടെ വിശ്വാസം? ആഗ്രഹം തന്നെയാണ്. ഓക്കെ. ആരെങ്കിലും പാടരുതെന്ന് പറഞ്ഞോ? ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. ഇല്ല. പിന്നെ എന്തിന് പാടണം എന്ന് പറയുന്നു? പാടണം എന്നുള്ളത് ദേശീയ ഗാനമായതുകൊണ്ട് പാടണം. അത് മറ്റുള്ള ആളുകളോട് പാടണം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്ന് എന്റെ ചോദ്യം. അത് പിന്നെ വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ സ്വാതന്ത്ര്യ സമര സമയത്ത് ഇന്ത്യയിലെ യുവാക്കളെ എത്ര ആകർഷിച്ചാണ് വന്ദേമാതരം. അന്ന് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇന്നാണ് ഇപ്പൊ പ്രശ്നം. പാടണം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ് എന്റെ ചോദ്യം. പാടണം ദേശീയ ബോധമുള്ള ആളുകൾ പറയും പാടണം. ദേശീയ ബോധമുള്ള ആളുകൾ ഇത്രകാലം ദേശീയ ബോധമുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നാ പറയുന്നത്. അങ്ങനല്ല, ദേശീയ ബോധമുള്ള ആളുകൾ പിന്നെ സ്വാതന്ത്ര്യ സമയത്ത് ഉണ്ടായിരുന്നു. ഇപ്പം പറഞ്ഞാൽ ആൾക്കാർ നല്ല വർഗീയമായി ചിന്തിക്കുന്നു. അതായത് വിഭജന രാഷ്ട്രീയമാണ് ഇന്നത്തെ കാലത്തുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് ഇത് പാടണ്ടെന്ന് പറയാൻ കാരണം. കേരളത്തിൽ തന്നെ ഭരണകക്ഷിന്റെ ഒരു കക്ഷി ആണ് ഇപ്പൊ ഇതിനെ സപ്പോർട്ട് ചെയ്യാത്തത്. പാടിയത് കൊണ്ട് ആർക്കാണ് പ്രശ്നം? പാടിയോണ്ട് ആർക്കും ഒരു പ്രശ്നമില്ല. പാടണം എന്ന് പറയാൻ എന്താണ് അധികാരമുള്ളത്? അധികാരത്തിലല്ലോ പ്രശ്നം. പാടണം എന്ന് പറഞ്ഞാൽ നമ്മൾ ദേശീയ ഗാനം ആയതുകൊണ്ട് നമുക്ക് പാടണം, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇരുന്ന് പാടിയാ പോരെ? പാടുന്ന ആളുകൾക്ക് ഇരുന്ന് പാടിയാ പോരെ? അതല്ലോ അതിന്റെ രീതി. എന്ത് രീതി? മറ്റുള്ള ആളുകളോട് പാടാൻ വേണ്ടി പറയലാണോ രീതി? മറ്റുള്ളവരെ അത് രാജ്യത്തൊരു നിയമം ഉണ്ടെങ്കിൽ അത് അനുസരിക്കണം. എന്ത് നിയമം? ദേശീയ ഗാനം അല്ലെങ്കിൽ വന്ദേമാതരം പാടണമെന്ന് നിയമം ഉണ്ടോ അവിടെ? ഉണ്ടായിരുന്നല്ലോ. ഈ വന്ദേമാതരം ഇറങ്ങിയ സമയത്ത് എല്ലാവരും വന്ദേമാതരം പാടിയില്ലേ? എന്താണ് പ്രശ്നം? പാടുന്നുണ്ട്. അതാ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. അപ്പൊ പാടണം, നിങ്ങൾ മറ്റുള്ള ആളുകൾ പാടണം എന്ന് പറയാനുള്ള അധികാരം എന്താ നിങ്ങൾക്കുള്ളത്? എനിക്ക് തന്നെ പ്രത്യേകിച്ച് അധികാരങ്ങളൊന്നുമില്ല. പക്ഷെ എന്തായാലും നിങ്ങൾ പറയുന്ന ഈ ദേശീയ ഗാനം പാടുന്നതിന്റെ ഇടയ്ക്ക് ഈ സാധനം പാടി തെറ്റായി പോയി. അതിന് വേറെ സമയമുണ്ട്. അതായത് വന്ദേമാതരം ഫുള്ളായിട്ട് 6 ചരണം മൊത്തമായിട്ട് പാടണം. ദേശീയ ഗാനം വേറെയാണ്. രണ്ടും ഒന്നിച്ചൊരിക്കലും പാടാൻ പറ്റില്ല. ഇതെന്തായാലും ഇപ്പൊ ഒന്നിച്ച് പാടി തെറ്റാന്ന് പറയുന്നത്. അവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അത് തെറ്റാണ്, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് തെറ്റാണെന്ന് 100 വട്ടം പറയാനാണ് ആഗ്രഹം. പക്ഷേ കേരളത്തിലെ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വായന അറിയാത്ത മനുഷ്യൻ പട്ടിണി കിടന്നിട്ട് ദുരിതം അനുഭവിക്കുമ്പോൾ എല്ലാവരും ചെന്നിട്ട് എന്താക്കിയാൽ രാവിലെ ഒരു 10 വരി പാടുക, ചായൻ്റെ സമയത്ത് ചോറിൻ്റെ സമയത്ത് ഒരു 7 വരി പാടുക, രാത്രി കിടക്കാനായിട്ട് 4 വരി പാടുക. ഭക്ഷണത്തിന് ബദൽ ഈ ദേശീയ ഗാനം വന്ദേ ഭാരത് പാടുക. ഭക്ഷണത്തിന് പകരം ദേശീയ ഗാനം വന്ദേമാതരം പാടുക. അപ്പോ ഓക്കെ, ശരിയാവും. ഒക്കെ നമ്മളെ ഇന്ത്യ രാജ്യം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് പോയിട്ട് അമേരിക്കനെക്കാട്ട് എത്രയോ കിലോമീറ്റർ നമ്മൾ നിങ്ങൾ പറയുന്നത് ഭക്ഷണത്തിന് പകരം വന്ദേമാതരം പാടുക. എന്താ വന്ദേമാതരം നമ്മൾ അടിച്ചുവിടുക? എന്തിന്? കാരണം നമ്മൾ വിശപ്പ് അറിയാണ്ടിരിക്കാൻ വേണ്ടി വന്ദേമാതരം അടിച്ചുവിടുക, വിശപ്പ് അറിയാണ്ടിരിക്കാൻ വേണ്ടി. അത് അത്ര മാത്രമേ. കാരണം വിശക്കുമ്പോഴല്ല മനുഷ്യന് സംഘടിക്കുമ്പോഴല്ലോ നാട്ടില് അരാജകത്വം ഉണ്ടാകുക. ആ അരാജകത്വം വിപ്ലവത്തിലേക്ക് മാറുക. വന്ദേമാതരം പാടിയാൽ മതി. അപ്പൊ അമേരിക്കന്റെ മുകളിലായിരിക്കും ഇന്ത്യന്റെ ഗ്രേഡ്. പ്രശ്നം ചർച്ച ചെയ്യാൻ നേരമില്ല. നമ്മ വന്ദേമാതരം പാടണ്ടേ? നിങ്ങൾ ചോർന്നില്ല, നിങ്ങൾ പറഞ്ഞു, ഞാൻ പറയാം 2 വരി പാട് വന്ദേമാതരം. ഞാൻ പറയണ ചോർന്നില്ല പാവട്ടെ, ഒരു 4 വരി പാട്. അപ്പൊ വിശപ്പ് തീരും. ഇതാണ് അവസ്ഥ. അങ്ങനെ 10 പ്രാവശ്യം പാടാൻ ഞാൻ കുഴഞ്ഞു വീണിട്ട് വല്ല പൂച്ചക്കുട്ടിയോ നായ്ക്കുട്ടിയോ റോട്ടിന്റെ സൈഡിൽ വീണ് മരിക്കുന്ന മാതിരി ഞാൻ മരിക്കും. അപ്പൊ എന്റെ കഥ കഴിഞ്ഞ് അടുത്തത് വാവേട്ടന്റെ അടുത്തൊക്കെ ആയിരിക്കും. വാവേട്ടന് ഇത് പിടിച്ച് ഈ മൈക്ക് പിടിച്ച് നിൽക്കാനില്ല വെള്ളത്തില്ലാതെ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ വാവേട്ടന്റെ കഥയും കഴിഞ്ഞ്. അവസ്ഥ എങ്ങോട്ടാണ് ഇന്ത്യനെ കൊണ്ടുപോണേ? എങ്ങോട്ടാന്ന് വെച്ചാല് എന്താണ് വണ്ടി പറഞ്ഞാൽ അത് അതിന്റെ പിന്നോട്ട് നമ്മൾ ഒരു കാലഘട്ടം വരെ ഞാനൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ തലമുറ തന്നെ വന്ദേമാതരമല്ല പാടിയിരുന്നത്, ദേശീയഗാനം ജനഗണമന പാടിയിട്ടാണ് തുടങ്ങിയിരുന്നത്. ഒരു ഇടവേളയിൽ വെച്ചിട്ട് അത് പെട്ടെന്ന് ദേശീയഗാനം ഇതായിരിക്കണം എന്ന് പറയുമ്പോൾ അതിനോട് എനിക്കെന്ത് തോന്നുന്നില്ല, അത് വിരക്തിയാണ് തോന്നുന്നത്. കാരണം നമ്മൾ ഒരു തലമുറ പഠിച്ചെന്ന സാധനം അതിനെ പാടാനാണ് വീണ്ടും ആഗ്രഹം. പാട്രിയോട്ടിസം അതാണ്, രാജ്യത്തെ സ്നേഹിക്കുക എന്നുള്ളത്. ആ രാജ്യസ്നേഹ ദേശീയ ജനഗണമന പാടുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് പുതിയ എവിടേക്കോ ഒരു തകരാറുകൾ പറ്റുന്നുണ്ട്. വന്ദേമാതരത്തിൽ ഒരു 3-4 വരി പാടുമ്പോൾ
അത് ദേശീയത്വത്തിന് നിലനിർത്തുന്നത് തോന്നുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുമ്പോഴും ദേശീയഗാനം പാടിക്കൊണ്ടിരിക്കെ, അതായത് ദേശീയഗാനം ശരിക്കും എന്താണ് നമ്മൾ വലിയ രീതിയിലേക്ക് റെസ്പെക്ട് ചെയ്യുന്നതാണ്. അത് പാടിക്കൊണ്ടിരിക്കെ അതിനിടയിൽ നമ്മളൊക്കെ വളരെ നിശബ്ദമായി നിൽക്കുന്ന സമയത്ത് അതിനിടയിൽ ഇത്തരം വന്ദേ മാതരം ആർക്കാണ് ഇവിടെ വന്ദേ മാതരം ആരൊക്കെ ഇത് പാടരുത് എന്ന് പറയുന്ന രീതിയിലേക്കാണ് അവരുടെ പ്രവർത്തനങ്ങൾ. ഈ ആർക്കാണ് പേടി? വന്ദേ മാതരത്തിന് ആർക്ക് പേടി? അല്ലെങ്കിൽ ഈ ദേശീയഗാനം പാടുന്നതിന്റെ ഇടയ്ക്ക് പാടുന്നത് എന്തിനാണ്? ദേശീയഗാനം പാടുന്നതിന്റെ ഇടയ്ക്ക് വന്ദേമാതരം പാടാൻ പാടില്ലല്ലോ. വന്ദേമാതരം എന്ന് പറഞ്ഞ സാധനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയുന്നത്. കാരണം ജനഗണമന പാടി തുടങ്ങിയ അതേ കാലഘട്ടത്തിന്റെ ഇടയ്ക്ക് വന്ദേമാതരം പാടാൻ പറ്റുമോ? പറ്റില്ല. വന്ദേമാതരം പാടുകയാണെങ്കിൽ അതിന്റെ ഇടവേളയിൽ വെച്ച് അതൊരു 5-6 വരി കഴിഞ്ഞ ശേഷം എന്താണ് അതിൽ വരുന്നതിന് കൂടുതലായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. അല്ല വേണ്ട, അതൊക്കെ നോക്കട്ടെ. അതായത് ദേശീയഗാനം പാടുമ്പോൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകാൻ പാടുണ്ടോ? പാടില്ല. ഇല്ലേ? ഇല്ല, അത് ശരി. കാരണം ഒരു ദേശീയഗാനം പാടുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ പാടില്ല. ഇവർക്കെതിരെ കേസ് എടുക്കേണ്ടതല്ലേ? കേസെടുക്കേണ്ടത് അതിന്റെ ഉന്നത അധികാരത്തിലുള്ളവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒരു വ്യക്തി തീരുമാനിക്കേണ്ട കാര്യമല്ല. എനിക്ക് പറയാൻ അധികാരമില്ല. BJP ചെയ്ത തെറ്റാണ്, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. BJPന്റെ നിലപാടതാണ്, ഓരോ ചെയ്യും. കോൺഗ്രസ് അതിന് കൊടുക്കുന്ന സ്ഥിതിയാണുള്ളത് മൊത്തത്തിൽ കേരളത്തിലുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണത്. ഈ BJP അങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോൾ എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്? BJP പൊതുവെ ഒരു ഹിന്ദുത്വവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതാണല്ലോ. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു വർഗീയ അജണ്ടന്റെ ഭാഗമായിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം എന്തുകൊണ്ട് പാടിയില്ല എന്ന് ചോദിക്കാനുള്ളൂ എനിക്ക്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇത്രയും കാലം പാടിയിട്ടില്ല, പിന്നെ ഇപ്പോഴെന്ത് ചെയ്യണം? ഈ സ്പെഷ്യലായിട്ടുള്ള ഓർഡർ ഇപ്പം വരേണ്ട കാര്യം. കേരളം എന്താന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ ഈ കേരളത്തിൽ അത്രയും കാര്യങ്ങളൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അത്ര അതിനെ പറ്റി പറയാനുണ്ട്. അതത്ര സിമ്പിളായിട്ട് കാണേണ്ട കാര്യമാണോ? അതായത് ദേശീയഗാനം പാടുന്നതിന് ഇടയ്ക്ക് കയറി എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നതാണ്. അതിനിടയ്ക്ക് കയറി ഇത്തരം പാട്ട് പാടുമ്പോൾ കേസ് എടുക്കേണ്ട രീതിയിലേക്ക് നമ്മളതിനെ ധിക്കരിക്കുകയാണ്, നിന്ദിക്കുകയാണ്. ദേശീയഗാനം എന്ന് പറയുന്നതിന്റെ വളരെ മേച്ഛമായ രീതിയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. അത്തരം രീതിയിലേക്ക് പോകേണ്ടതല്ലേ? അല്ല, വേറൊന്നുണ്ട്. ഈ ദേശീയ ഗാനവും ഇന്ത്യക്കുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളത് പാടാൻ വേണ്ടി പറയുന്നവർ എത്രത്തോളം മുൻകൈ എടുത്തതിലുള്ള ചരിത്രങ്ങൾ പരിശോധിക്കേണ്ടതായിട്ട് വരും. ഇവിടെ എല്ലാവരും ചരിത്ര വിദ്യാർത്ഥികളാണല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാം, ഈ രേഖകളും തെളിവുകളൊന്നും ആർക്കും അഴിക്കാൻ സാധ്യമല്ല. പക്ഷെ അത് മാറ്റി എഴുതപ്പെടുന്നുണ്ട്. മാറ്റി എഴുതുന്നതിൽ ഇന്ത്യയിലെ ഭരണകൂടം അങ്ങനെ ചെയ്യുന്നതിന് ബാക്കിയുള്ളവർക്ക് ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യാണ്, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയില്ല. ആദ്യകാലം മുതലേ നമ്മൾ ദേശീയ ഗാനത്തിലാണ് വന്നു പോയിരുന്നത്. വന്ദേമാതരം ദേശീയ ഗാനമായിട്ടാണ് അംഗീകരിക്കുന്നത്. പക്ഷേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇത്രയും വർഷത്തിലിറങ്ങിയ ജനഗണമന എന്നുള്ള ദേശീയ ഗാനമായിട്ടാണ് അംഗീകരിക്കുന്നത്. അപ്പോൾ അത് സ്കൂളുകളിൽ അത് വന്ദേമാതരം പാടില്ല എന്നുള്ളൊരു നിബന്ധന ഇപ്പോൾ വന്നതായിട്ട് കേട്ടു. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതായിട്ടുള്ള ഒരു അറിവാണ്. പക്ഷേ അങ്ങനെ ഒരു മാറ്റത്തിൻ്റെ പ്രതീകം വേണമെന്നുള്ള ഒരു സംശയം എനിക്ക് തോന്നായില്ല. ഓക്കെ, ശരിയാണോന്ന് വെച്ചാൽ അത് അതിൻ്റെ ഫ്ലോയിൽ ഓടിപ്പോയതായിരിക്കാൻ സാധ്യതയുണ്ട്. അതിപ്പോ തെറ്റാണെന്ന് പറയാനും പറ്റില്ല. എന്നാൽ തെറ്റാണോന്ന് ചോദിച്ചാൽ എന്ന് അങ്ങനെ പറയാനുള്ളൂ. കാരണം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ദേശീയഗാനം പാടുമ്പോ നടക്കുന്നവൻ വരെ അവിടെ നിൽക്കും അല്ലേ? നടക്കുന്നവൻ വരെ നിൽക്കും, അതിനെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ് അല്ലേ? അതിനിടയ്ക്ക് അത് കുളമാക്കി കഴിഞ്ഞാൽ തെറ്റ്. അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, അത് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയിൽ കയറി പാടുന്നത് ശരിയാണോ? ശരിയല്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് അതിന്റെ ഒരു കാര്യം. അത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സംഭവിച്ചു പോയത്. അതെങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിച്ചു പോവാ? അങ്ങനെയാണെങ്കിൽ അത്തരം രീതിയിലേക്ക് എങ്ങനെയാണ് അതിലിപ്പോ നമുക്കൊക്കെ ഇങ്ങനെയൊക്കെ ഓപ്പൺ ആയിട്ടുള്ള പറയാൻ പറ്റുള്ളൂ. അതിന്റെ കറക്റ്റ് ആയിട്ട് ആ പാടില്ല എന്ന് നമുക്ക് കർശനമായിട്ട് പറയാൻ പറ്റില്ല. സംഭവിച്ചു പോയി. ഇനിയിപ്പോ നമുക്ക് അതിനെ ശിക്ഷിക്കാൻ കഴിയുമോ? അതാണ് ശിക്ഷിക്കണം. അതൊരു യാതൊരു മാതൃക കാണിക്കാത്ത രീതിയിലേക്കാണ്. അതായത് ദേശീയഗാനം പാടുമ്പോൾ വന്ദേമാതരം അതിൻ്റെ ഇടയിൽ കൂടെ പാടുക എന്ന് പറയും. പാടാം, അതിനും പ്രത്യേക സമയമുണ്ട്. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പാടാം. അതിൻ്റെ ഇടയിൽ കൂടെ പാടുന്നത് ശിക്ഷിക്കേണ്ട കേസ് തന്നെയല്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ തെറ്റ് ചെയ്തോന്ന് ശിക്ഷിക്കണം എന്നുള്ളത് തന്നെ അതിന്റെ ഒരു അവസാന വാക്കുള്ളൂ. അതല്ലാതെ വേറെന്താണ്? ഇപ്പൊ എങ്ങനെയാണ് ശിക്ഷ എന്നുള്ളതിന്റെ രീതി അനുസരിച്ചിട്ടാണ് അതിന്റെ ഒരു വന്ദേമാതരം ആദ്യത്തെ കാലത്ത് നമ്മൾ പാടിക്കൊണ്ടിരുന്ന സ്റ്റാൻസകൾ നല്ലതായിരുന്നു. നമ്മളെ അതായത് ഇന്ത്യയുടെ ബഹുസ്വരതയെ ഒന്നും ബാധിക്കാത്ത രീതിയിലുള്ള വരികളായിരുന്നു. പക്ഷേ അതിൻ്റെ അടുത്ത സ്റ്റാൻസിലേക്ക് വരുമ്പോൾ അതൊരു സരസ്വതി ആയിട്ട് ഇന്ത്യ ഭാരതാംബയെ സരസ്വതി ആയിട്ടൊക്കെ പ്രകീർത്തിക്കുന്ന രീതിയിലാണ് അതിൻ്റെ സെക്കൻഡ് സ്റ്റാൻസ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് ഒരു പ്രത്യേക മതത്തിനെ പ്രതിനിധാനം ചെയ്യുന്നു. ഇന്ത്യ എന്ന ബഹുസ്വരത രാജ്യത്തിന് ചേരാത്ത കാര്യമായിട്ട് മാറുന്നു. അപ്പോൾ അതുകൊണ്ട് അത് അടിച്ചേൽപ്പിക്കുന്ന പോലെയുള്ള ഒരു പരിപാടിയായിട്ടാണ് മാറുന്നത്. അവിടെ ആരെങ്കിലും പറഞ്ഞോ പാടരുതെന്ന്? പാടരുതെന്ന്
പറഞ്ഞിട്ടില്ല. പക്ഷെ പാടണം എന്ന് പറയുന്നുണ്ട്. പാടണം നിർബന്ധിക്കാൻ പാടില്ല. പാടുന്നുണ്ടല്ലോ നമ്മൾ മുമ്പ് എല്ലാ കാലത്തും സ്വാതന്ത്ര്യ ദിനങ്ങളിലും അല്ലാത്ത ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട ദിനങ്ങളിലൊക്കെ വന്ദേ മാതരം പാടുന്നതാണ്. അത് നമ്മൾ സെലക്ട് ചെയ്ത ആ സ്റ്റാൻസ പാടുന്നതാണ്. അതിന്റെ താഴോട്ടുള്ള സ്റ്റാൻസും കൂടെ പാടണം എന്ന് അടിച്ചേൽപ്പിക്കുന്നതാണ് പ്രശ്നം ഉണ്ടാവുന്നത്. അതിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത്. എങ്ങോട്ടാണ് ഇന്ത്യയെ കൊണ്ടുപോകുന്നത്? തീർച്ചയായിട്ടും ഇതൊരു ഫാസിസ്റ്റ് സമീപനത്തിന്റെ ചായ ഉണ്ട് ഇതിനൊക്കെ, ഇങ്ങനത്തെ അടിച്ചേൽപ്പിക്കലുകൾ എന്നുള്ളത് സത്യമാണ്. ശരിയുള്ള നിലപാടാണത്. ശരിയായതല്ല. ഇത് വെറുതെ വേണ്ടാത്ത കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് വലിയൊരു പ്രശ്നമാക്കുക, അതിനു വേണ്ടി ആളെ കൂട്ടുക, അതൊരു പ്രശ്നമായി മാറുക, അതൊക്കെ തന്നെയാണ് ഇവരെ പൊന്താനുള്ള. വികസനം ചർച്ച ചെയ്യണ്ട. ഒരു വന്ദേ മാതരം പാടിയാൽ മതി. വേറെ അന്നം കൊടുക്കണം എന്തെങ്കിലും പരിപാടി നോക്കാന്നല്ലാണ്ട് അതൊക്കെ ഒരു ഇഷ്യൂ ആയിട്ട് എടുക്കുക. ഓരോ വികസനമാണ് ഒരു കണക്കാക്കുന്നത്. അത്രേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നോക്കുമ്പോൾ പറ്റുന്നത് ശരിയാണ്. ആണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയാണല്ലോ കൊടുക്കല്ലേ. ദേശീയഗാനം പാടാം, അത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാന പ്രശ്നം. വന്ദേ മാതരം എന്ന് പറഞ്ഞാൽ ഇപ്പം ചില ആളുകൾ പാടൂല. ശരിക്കും പാടണത് അഭിപ്രായക്കാരനാണ് ഞാൻ. ആരെങ്കിലും പാടണ്ടെന്ന് പറഞ്ഞോ? പാടണ്ട ആരും പറഞ്ഞില്ല. കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. പിന്നെന്താ പാടിയാല്? അത് പിന്നെ ചില രാഷ്ട്രീയക്കാർ അതിനെ പാടണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെന്ത് ചെയ്യാനാ? അങ്ങനെയാണ് പറയാനുള്ളത്. അത് കോളാക്കിയത് തന്നെയാണ്, മനഃപൂർവ്വം കോളാക്കിയത് തന്നെയാണ്. ദേശീയഗാനം പാടുന്നത്, അല്ലാണ്ട് വന്ദേ മാത്രമല്ല പാടുന്നത്. ഇതുവരെ പാടി വന്നാൽ അതല്ലേ. പിന്നെ ഇപ്പോഴായിട്ടൊരു പുതുമ എല്ലാ സ്ഥലത്തും തന്നെയാണ് പാടിയിട്ടുള്ളത്. ഇവിടെ മാത്രമേ കോളാക്കി, കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രം. മേയറിനോട് പോലും സംസാരിച്ചിട്ടില്ല അക്കാര്യം, എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് മേയർ അറിയുന്നില്ലേ സംഭവം. എന്താണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് ഇത്തരം സംഭവങ്ങളിലൂടെ? സംഭവം ഒരു അട്ടിമറി തന്നെ, വേറെന്താ. രാഷ്ട്രീയ കളി തന്നെയാണ്, ഒരു അട്ടിമറി ശ്രമം നടത്താമെന്ന് മാത്രമേ ഉള്ളൂ. കോർപ്പറേഷനിൽ ഇപ്പോൾ BJP-ന്റെ 2 കൗൺസിലർമാരുണ്ടല്ലോ, അവരൊക്കെ വെച്ചിട്ട് ഒരു കളി കളിച്ചു നോക്കാണ്, എന്താ നടക്കട്ടെ വെച്ചിട്ട്. അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്ന കേസൊന്നല്ല. ഇവർ എത്ര കാലം ഇങ്ങനെ കളിക്കും, എന്താ പറയാനുള്ളൂ. എങ്ങോട്ടാണ് ഇന്ത്യയുടെ പോക്ക്? ഇന്ത്യയുടെ പോക്കൊക്കെ നല്ല പോക്കൊക്കെ തന്നെയാണ്. പക്ഷേ ഈ BJP കൂട്ടം കളി കളിക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ആൾക്കാർ ഒന്നും പിടുത്തം കിട്ടില്ല. ഇപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ഒക്കെ ഉണ്ടാക്കി എന്നിട്ട് നല്ല വിജയം കണ്ടുക്കണോ? ഇല്ല. വന്ദേ മാതരം പാടുന്നതിൽ തെറ്റില്ല. പക്ഷേ ദേശീയ ഗാനത്തിനുള്ളിൽ വന്ദേ മാതരം പാടിയാൽ അത് തെറ്റ് തന്നെയാണ്. വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധമാണ് ജനങ്ങൾ അറിയിക്കുന്നത്. നന്ദി, നമസ്കാരം.